ഷെയർ മാർക്കറ്റ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ആളുകൾ ഒച്ചവെക്കുന്ന ബഹളം ഉണ്ടാകുന്ന പഴയ സിനിമാ രംഗങ്ങളാണോ? എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ഷെയർ മാർക്കറ്റ് നിയന്ത്രിക്കുന്ന മനുഷ്യരല്ല, ഉറക്കമില്ലാത്ത വികാരങ്ങളില്ലാത്ത വെറും മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ തീരുമാനങ്ങൾ എടുക്കുന്ന അതിശക്തമായ ചില രൂപങ്ങളാണ്. അതിന്റെ പിന്നിലെ പേടിപ്പിക്കുന്ന ആ ശാസ്ത്രീയ സത്യയുടെ ഒറ്റ മിനിറ്റിൽ ഇതാ. 1980കളിലും 90കളിലും ഷെയർ മാർക്കറ്റ് പൂർണ്ണമായ ആനലോഗ് ആയിരുന്നു. ആളുകൾ നേരിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വന്ന് കൈകൾ കൊണ്ട് സിഗ്നലുകൾ കാണിച്ച പേപ്പർ സ്ലിപ്പുകൾ വഴിയാണ് ഓഹരികൾ വാങ്ങിയിരുന്നതും വിറ്റിരുന്നതും. ഇന്ന് ഇത് കേവലം കേബിളുകളുടെയും സെർവറുകളുടെയും ഒരു ഡിജിറ്റൽ ലോകമാണ്. ആഗോളതലത്തിൽ നടക്കുന്ന ട്രേഡിംഗിന്റെ 70% നിയന്ത്രിക്കുന്നത് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് അൽഗോരിതങ്ങളാണ്. മനുഷ്യൻ ഒരു തവണ കണ്ണു ചിമ്മുന്നതിനേക്കാൾ വേഗത്തിൽ ഈ മണി ബോർഡ്സ് ലക്ഷക്കണക്കിന് ട്രേഡുകൾ നടത്തുന്നു. കമ്പനികളുടെ റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയ ട്രെൻഡുകളും നിമിഷ നേരം കൊണ്ട് അനലൈസ് ചെയ്താണ് ഇവ പ്രവർത്തിക്കുന്നത്. ഇതിലെ ഏറ്റവും പേടിപ്പിക്കുന്ന വസ്തുത എന്താണ്? സിസ്റ്റമാറ്റിക് ഫ്രെജിലിറ്റി. മെഷീനുകൾ പരസ്പരം മത്സരിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ ചെറിയൊരു പിഴവുണ്ടായാൽ പോലും വലിയൊരു തകർച്ചയിലേക്ക് അത് നയിക്കും. ഇതിന് തെളിവായിട്ടുള്ളത് ചരിത്ര പ്രസിദ്ധമായ 2010 ഫ്ലാഷ് ക്രാഷ്. അതായത് മെയ് 6, 2010 അമേരിക്കൻ മാർക്കറ്റിലെ ഒരു അൽഗോരിതം ലൂപ്പിൽ പെടുകയും വെറും 5 മിനിറ്റുള്ളിൽ മാർക്കറ്റിൽ നിന്ന് $1 ലക്ഷം കോടി അപ്രത്യക്ഷമാവുകയും ചെയ്തു. കോടികൾ വിലമതിക്കുന്ന കമ്പനികളുടെ ഓഹരി വെറും ഒരു പൈസയിലേക്ക് വരെ താഴ്ന്നു. മനുഷ്യർക്ക് ഇടപെടാൻ കഴിയുന്നതിലും വേഗത്തിലായിരുന്നു ആ തകർച്ച. എന്നാൽ ഇതിനൊരു നല്ല വശമുണ്ട്: ഡെമോക്രാറ്റൈസേഷൻ. ഡിജിറ്റൽ വിപ്ലവം കാരണം ഇന്ന് ബ്രോക്കറേജ് ചാർജുകൾ വളരെ കുറവാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ലോകത്തെ ഏത് കോണിലിരുന്നും വളരെ സുരക്ഷിതമായി ആർക്കും ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാം. മെഷീനുകൾ സെക്കൻഡുകൾ നിയന്ത്രിക്കട്ടെ, നിങ്ങൾ വർഷങ്ങളെ ലക്ഷ്യം വെക്കൂ. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യൂ. സ്റ്റേ ലോജിക്കൽ. ബൈ.